നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ എന്നെ കേൾക്കുന്ന ഏവർക്കും സ്നേഹവന്ദനം. ദ ഗേറ്റ് മിനിസ്ട്രീസ് എന്ന ഒരു ആത്മിക പ്രസ്ഥാനം കേരളക്കരയിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങിയിട്ട് ചില വർഷങ്ങളായി. അത് പ്രചരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ സ്ഥാപക നേതാവ് തോമസ് ജോർജ് എന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന തെറ്റായ ഉപദേശങ്ങളുടെ ഖണ്ഡനമാണ് ഈ പരമ്പര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം 2 സുവിശേഷങ്ങളുണ്ട് എന്നതാണ്. ഒന്ന് ഗോസ്പൽ ഓഫ് ദ കിങ്ഡം, 2 ഗോസ്പൽ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഇതിനാധാരമായി അദ്ദേഹം വയ്ക്കുന്ന ഒന്നാമത്തെ വാദം ഗലാത്യർ 2:7 ആധാരമാക്കിയിട്ട് ഉള്ളതാണ്. മലയാളത്തിൽ ഗലാത്യർ 2:8 ഈ പ്രസ്താവന ഉള്ളത്. പത്രോസിന് പരിച്ഛേദനക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം എന്ന പോലെ എനിക്ക് അഗ്രചർമ്മക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് കണ്ടും എന്നാണ് അതിൻ്റെ മലയാളത്തിലെ വായന. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഉപദേശത്തെ ന്യായീകരിക്കുവാൻ അദ്ദേഹം ഈ മലയാളം തർജ്ജമ ഉപയോഗിക്കുന്നില്ല. കാരണം അത് ഉപയോഗിച്ച് അത് നടക്കുകയില്ല. മലയാളം തർജ്ജമ സംശയത്തിന് ഇടം കൊടുക്കാത്ത രീതിയിൽ കൃത്യമായിട്ടാണ് തർജ്ജമ ചെയ്തിട്ടുള്ളത്. ഇത് ഉപയോഗിച്ചാൽ തൻ്റെ ഉപദേശം സ്ഥാപിക്കപ്പെടുകയില്ല എന്ന് മാത്രമല്ല, ഖണ്ഡിക്കപ്പെടുകയും ചെയ്യുമെന്നറിഞ്ഞിട്ട് തൻ്റെ ഉപദേശം സ്ഥാപിക്കുവാൻ അദ്ദേഹം ഇംഗ്ലീഷ് കിങ് ജെയിംസ് വേർഷൻ തർജ്ജമയുടെ അഥവാ KJV സഹായമാണ് എടുത്തിരിക്കുന്നത്. ഗലാത്യർ 2:7 വായന KJV ഇപ്രകാരമാണ്: ബട്ട് കോൺട്രറി വൈസ് when they saw that the gospel of the uncircumcision was committed unto me, as the gospel of the circumcision was unto Peter. ഈ തർജ്ജമ പ്രകാരം 2 സുവിശേഷങ്ങൾ ഉണ്ട് എന്ന് തോന്നിപ്പോകുവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതിൽ സുവിശേഷത്തെ പ്രത്യക്ഷത്തിൽ ദ ഗോസ്പൽ ഓഫ് ദ അൺസർക്കംസിഷൻ അഥവാ ആ പരിച്ഛേദനയുടെ സുവിശേഷമെന്നും, 2 ദ ഗോസ്പൽ ഓഫ് ദ അൺസർക്കംസിഷൻ അഥവാ പരിച്ഛേദനയുടെ സുവിശേഷമെന്നും 2 തരംതിരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ദ ഗോസ്പൽ ഓഫ് ദ അൺസർക്കംസിഷനെ തോമസ് ജോർജ് അദ്ദേഹം ദ ഗോസ്പൽ ഓഫ് ദ കിങ്ഡം അഥവാ രാജ്യത്തിൻ്റെ സുവിശേഷം എന്നും വിളിക്കുന്നു. അതുപോലെ ദ ഗോസ്പൽ ഓഫ് ദ അൺസർക്കംസിഷനെ അദ്ദേഹം ദ ഗോസ്പൽ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് അഥവാ കൃപയുടെ സുവിശേഷം എന്നും വിളിക്കുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം യഹൂദന്മാർക്കുള്ള സുവിശേഷമാണ് ദ ഗോസ്പൽ ഓഫ് ദ കിങ്ഡം. യഹൂദന്മാർ അല്ലാത്തവർക്കുള്ളതാണ് ദ ഗോസ്പൽ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഇങ്ങനെ 2 സുവിശേഷങ്ങളുണ്ടെന്നും പരിച്ഛേദനയുടെ സുവിശേഷം പത്രോസിൻ്റെ നേതൃത്വത്തിൽ യഹൂദന്മാരോടും ആ പരിച്ഛേദനയുടെ സുവിശേഷം പൗലോസിൻ്റെ നേതൃത്വത്തിൽ ജാതികളോടും പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരുന്നു എന്നും അദ്ദേഹം പഠിപ്പിച്ചു വരുന്നു. ആ കൃപയുടെ സുവിശേഷം പൗലോസ് പഠിപ്പിച്ചത് മാത്രമാണ് ഇന്ന് ജാതികളിൽ നിന്നുള്ള നാം പരിഗണിക്കേണ്ടത് എന്നാണ് അദ്ദേഹം ഒടുവിൽ കൊണ്ടുവരുന്നത്. അദ്ദേഹം പഠിപ്പിച്ചു വരുന്നത് ശരിയാണോ? ഇങ്ങനെ 2 സുവിശേഷങ്ങളുണ്ടോ എന്നൊക്കെയാണ് ഇനി തിരുവചന വെളിച്ചത്തിൽ പരിശോധിക്കുവാനായിട്ട് പോകുന്നത്. ആദ്യത്തെ പടിയായി ഈ വാക്യത്തിൻ്റെ സത്യവേദ പുസ്തക തർജ്ജമയും KJV തർജ്ജമയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ചൂണ്ടിക്കാണിക്കാം. 1 ദ ഗോസ്പൽ ഓഫ് ദ അൺസർക്കംസിഷൻ അഥവാ ആ പരിച്ഛേദനയുടെ സുവിശേഷം എന്നാണ് KJV തർജ്ജമ. പകരം അഗ്രചർമ്മക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം എന്നാണ് സത്യവേദ പുസ്തക തർജ്ജമ. ആ പരിച്ഛേദന എന്ന് വെച്ചാൽ പരിച്ഛേദന ഇല്ലാത്തവർ അഥവാ അഗ്രചർമ്മക്കാർ എന്ന് അർത്ഥം. അതുപോലെ ദ ഗോസ്പൽ ഓഫ് ദ അൺസർക്കംസിഷൻ അഥവാ പരിച്ഛേദനയുടെ സുവിശേഷം എന്നാണ് KJV തർജ്ജമ. പകരം പരിച്ഛേദനക്കാരുടെ ഇടയിൽ സുവിശേഷ ഘോഷണം അതാണ് സത്യവേദ പുസ്തക തർജ്ജമ. മൂലഭാഷയിലെ ഇവാങ്കേലിയോൻ എന്ന പദത്തെ സുവിശേഷം എന്ന് KJVയും സുവിശേഷ ഘോഷണം എന്ന് സത്യവേദ പുസ്തകവും തർജ്ജമ ചെയ്യുന്നു എന്നതാണ് കാര്യമായ പ്രത്യക്ഷത്തിലുള്ള വ്യത്യാസം. സത്യവേദ പുസ്തക തർജ്ജമ ശരിയാണ് എന്നതിനുള്ള വിശദീകരണമാണ് ഇനി നൽകുവാനായിട്ട് പോകുന്നത്. മൂലഭാഷയിലെ ഇവാങ്കേലിയോൻ എന്ന പദത്തിനുള്ള സാധാരണ അർത്ഥം സുവിശേഷം എന്നാണ്. അതുകൊണ്ടാണ് KJVയിൽ സുവിശേഷം എന്ന അർത്ഥം വരുന്ന ഗോസ്പൽ എന്ന പദത്താൽ തർജ്ജമ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇവാങ്കേലിയോൻ എന്ന പദത്തിന് സന്ദർഭമനുസരിച്ച് സുവിശേഷമെന്നും സുവിശേഷ ഘോഷണമെന്നും 2 അർത്ഥങ്ങളുണ്ട്. KJV രണ്ടാമത്തേത് പരിഗണിക്കാതെ നേരെ സുവിശേഷം എന്ന് തർജ്ജമ ചെയ്തു. അതുവഴി തോമസ് ജോർജിനെ പോലെ ഉപരിപ്ലവമായി വചനം പഠിക്കുന്ന ഉപദേഷ്ടാക്കന്മാർക്ക് തെറ്റിപ്പോകുവാനുള്ള വഴി അടച്ചു കളയാതിരുന്നു.
സത്യവേദ പുസ്തകക്കാരോ പഠിച്ച് പരിശോധിച്ച് രണ്ടാമത്തെ അർത്ഥമാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് കണ്ട് സുവിശേഷ ഘോഷണം എന്ന് കൃത്യമായി തർജ്ജമ ചെയ്തു. തെറ്റിപ്പോകാനുള്ള വഴി അടച്ചിട്ടു. ഇനി സത്യവേദ പുസ്തക തർജ്ജമയാണ് ശരി എന്നതിനുള്ള ന്യായങ്ങൾ തരികയാണ്. ന്യായം 1, മലയാളം തർജ്ജമയ്ക്ക് സമമായ തർജ്ജമകൾ വേറെയുമുണ്ട്. ഉദാഹരണത്തിന് തമിഴ് തർജ്ജമ ഞാൻ വായിക്കാം. വൃത്തഛേദനമുള്ളവർക്ക് സുവിശേഷത്തെ പ്രസംഗിക്കുംപടി പേതുരുവുക്ക് കൈയളിക്കപ്പെട്ടതുപോൽ വൃത്തഛേദനം ഇല്ലാത്തവർക്ക് പ്രസംഗിക്കുംപടി അത് എനക്കും കൈയളിക്കപ്പെട്ടതെന്ന് അവർകൾ കണ്ടു. ഇത് മലയാളത്തിലാക്കിയാൽ ഇങ്ങനെയാണ് അർത്ഥം വരിക: പരിച്ഛേദന ഉള്ളവരോട് സുവിശേഷം പ്രസംഗിക്കേണ്ടതിന് പത്രോസിനെ ഭരമേൽപ്പിച്ചതുപോലെ പരിച്ഛേദന ഇല്ലാത്തവരോട് പ്രസംഗിക്കേണ്ടതിന് അത് എന്നെയും ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് അവർ കണ്ടു. ആകയാൽ ഗ്രീക്കിൽ നിന്നും തർജ്ജമ ചെയ്തപ്പോൾ തമിഴർക്കും മലയാളികളെ പോലെ തന്നെയാണ് മനസ്സിലായത്. 2 സുവിശേഷം ഉണ്ടെന്നല്ല, നേരെ മറിച്ച് ഒരേ സുവിശേഷം പരിച്ഛേദനക്കാരോട് പ്രസംഗിക്കുവാൻ പത്രോസിനും പരിച്ഛേദന ഇല്ലാത്തവരോട് പ്രസംഗിക്കുവാൻ പൗലോസിനും നിയോഗം കിട്ടി എന്നാണ് അവർക്ക് മനസ്സിലായത്. ഇനി ഹിന്ദി തർജ്ജമ ശ്രദ്ധിക്കാം. परंतु इसके विपरीत जब उन्होंने देखा कि जैसा खतना किए हुए लोगों के लिए सुसमाचार का काम पतरस को सौंपा दिया, वैसा ही खतना रहितों के लिए मुझे सुसमाचार सुनाना सौंपा गया. ഇത് മലയാളത്തിലാക്കിയാൽ എന്നാൽ ഇതിന് വിപരീതമായി പരിച്ഛേദന ഏറ്റവർക്ക് വേണ്ടിയുള്ള സുവിശേഷ വേല പത്രോസിനെ ഭരമേൽപ്പിച്ചതുപോലെ തന്നെ പരിച്ഛേദന ഇല്ലാത്തവർക്ക് സുവിശേഷം അറിയിക്കുക എന്നത് എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ എന്നാകും. ആകയാൽ ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്തവർക്ക് തോന്നിയതും മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തവർക്ക് തോന്നിയതുപോലെ തന്നെയാണ്. 2 സുവിശേഷം ഉണ്ടെന്നല്ല തോന്നിയത്, നേരെ മറിച്ച് ഒരേ സുവിശേഷം പരിച്ഛേദനക്കാരോട് പ്രസംഗിക്കുവാൻ പത്രോസിനും പരിച്ഛേദന ഇല്ലാത്തവരോട് പ്രസംഗിക്കുവാൻ പൗലോസിനും നിയോഗം കിട്ടി എന്നാണ് അവർ മനസ്സിലാക്കിയത്. ഇനി ശ്രദ്ധിക്കുക, കുറഞ്ഞത് 3 ഇംഗ്ലീഷ് തർജ്ജമകൾ സത്യവേദ പുസ്തക തർജ്ജമയെ ശരിവെക്കുന്നുണ്ട്. 1, വേമൗത്തിന്റെ തർജ്ജമ. Indeed, when they saw that I was entrusted with the preaching of the good news to the Gentiles, as Peter had been with that to the Jews. വേമൗത്ത് ഇവാംഗേലിയനെ the preaching of the good news എന്നാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ട്രാൻസ്ലേഷൻ, രണ്ടാമത്തേത്, ബൈബിൾ in basic English. But quite the opposite, when they saw that I had been made responsible for preaching the good news to those without circumcision, even as Peter had been for those of the circumcision. ഈ തർജ്ജമയിലും ഇവാംഗേലിയോനെ preaching of the good news എന്നാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. ഇനി NIV. On the contrary, they saw that I had been entrusted with the task of preaching the gospel to the Gentiles, just as Peter has been to the Jews. ഇതിലും മൂലഭാഷയിലെ ഇവാംഗേലിയോനെ ദ ടാസ്ക് ഓഫ് പ്രീച്ചിങ് ഓഫ് ദ ഗുഡ് ന്യൂസ് എന്നാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. ഇവാംഗേലിയോൻ എന്ന വാക്കിന് പ്രീച്ചിങ് ഓഫ് ദ ഗുഡ് ന്യൂസ് എന്നും അർത്ഥമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സത്യവേദ പുസ്തക തർജ്ജമയെ ശരിവെക്കുന്നതാണ് ഈ 3 തർജ്ജമകളും. അതുകൊണ്ട് ഇംഗ്ലീഷിലെ മറ്റെല്ലാ തർജ്ജമകളും ഈ വാക്യത്തെ തെറ്റായി തർജ്ജമ ചെയ്തിരിക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത്. നേരെ മറിച്ച് മേൽ പറഞ്ഞ 3 തർജ്ജമകൾ ചെയ്തവരുടെ മുൻഗണന, പ്രയോറിറ്റി, വായനക്കാർക്ക് ബുദ്ധിമുട്ടില്ലാതെ കൃത്യമായ അർത്ഥം മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് ഇവാംഗേലിയോൻ എന്ന പദത്തെ അവർ സന്ദർഭത്തിന് അനുസൃതമായി വ്യാഖ്യാനിച്ചു തർജ്ജമ ചെയ്തു. എന്നാൽ KJV പോലെയുള്ള തർജ്ജമകൾ അവിടെ അക്ഷരികമായി എന്തെഴുതിയിരിക്കുന്നു എന്ന് തർജ്ജമ ചെയ്യണം എന്നതിനാണ് പ്രാമുഖ്യം കൊടുത്തത്. വ്യാഖ്യാനം വായനക്കാരൻ നടത്തട്ടെ എന്ന് അവർ വിചാരിച്ചു. അതിൽ തെറ്റില്ല. സത്യവേദ പുസ്തക തർജ്ജമയോ ശരി എന്ന പരിശോധന ഇനി തുടരുകയാണ്. ന്യായം 2. ഇവാംഗേലിയോൻ എന്ന പദത്തിന് സുവിശേഷ ഘോഷണം എന്ന അർത്ഥമുണ്ട് എന്ന നിലയിൽ ഗലാത്യർ 2:7 മാത്രമല്ല വേറെയും ഇടങ്ങളിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഇവിടെ മാത്രമാണെങ്കിൽ തർജ്ജമ തെറ്റാകാമായിരുന്നു. പക്ഷെ സത്യം അതല്ല. കുറഞ്ഞത് വേറെ 3 വചനഭാഗങ്ങളിൽ സുവിശേഷ ഘോഷണം എന്ന അർത്ഥത്തിൽ അതിനെ ഉപയോഗിച്ചിട്ടുണ്ട്, തർജ്ജമ ചെയ്തിട്ടുണ്ട്. റോമർ 15:15 ഒന്നാമത്തേത്. ടോ ഇവാംഗേലിയോൻ ടു തിയു എന്നീ ഗ്രീക്ക് പദങ്ങളെ ദൈവത്തിൻ്റെ സുവിശേഷ ഘോഷണം എന്നാണ് മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത്. 2 റോമർ 15:19 ടോ ഇവാംഗേലിയോൻ ടു ക്രിസ്റ്റു
എന്നീ ഗ്രീക്ക് പദങ്ങളെ ക്രിസ്തുവിൻ്റെ സുവിശേഷ ഘോഷണം എന്നാണ് മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത്. 3 2 കൊരിന്ത്യർ 2:12 സുവിശേഷം അറിയിപ്പാൻ എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നത് ഈസ് ഇവാങ്കേലിയോൻ എന്നീ ഗ്രീക്ക് പദങ്ങളെയാണ്. സുവിശേഷ ഘോഷണത്തിനായി എന്നും തർജ്ജമ ചെയ്യാം. ഈ വചനങ്ങളിൽ എന്തുകൊണ്ട് ഇവാങ്കേലിയോനെ സുവിശേഷ ഘോഷണം എന്ന് തർജ്ജമ ചെയ്യണം എന്നതിന് വ്യക്തമായ കാരണമുണ്ട്. അതാണ് ഇനി പറയുവാൻ പോകുന്നത്. ഇവാങ്കേലിയോൻ എന്ന നാമത്തിൻ്റെ കൂടെ ചില ക്രിയാരൂപങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇവാങ്കേലിയോന്റെ അർത്ഥം സുവിശേഷ ഘോഷണം എന്നായി മാറുന്നു. ഉദാഹരണങ്ങൾ: 1 പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട് എന്ന അർത്ഥമുള്ള ഹെയറുഗൂണ്ട എന്ന പദം ഉപയോഗിച്ചിരിക്കുന്ന റോമർ 15:15 ഒന്നാമത്തെ സാഹചര്യം. ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് പ്രസാദകരമായി തീരുവാൻ ഞാൻ ദൈവത്തിൻ്റെ സുവിശേഷ ഘോഷണം പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട് എന്നാണ് മലയാളം വായന. സുവിശേഷ ഘോഷണം എന്നതിന് പകരം സുവിശേഷം എന്ന് മാത്രം തർജ്ജമ ചെയ്തു എങ്കിൽ തർജ്ജമയിൽ ഒരു അപൂർണത ആർക്കും നോക്കിക്കാണുവാനായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് അർത്ഥം സുവിശേഷ ഘോഷണം എന്നാണെന്ന് വിലയിരുത്തി അത് മലയാളത്തിൽ ചേർത്തിരിക്കുന്നത്. അക്ഷരികമായ ഇംഗ്ലീഷ് തർജ്ജമകളിൽ ഈ വ്യക്തത കാണുവാൻ കഴിയുകയില്ല എങ്കിലും NIV തർജ്ജമ ചെയ്തിരിക്കുന്നത് കേൾക്കുക. ഹി ഗേവ് മീ ദ പ്രീസ്റ്റ്ലി ഡ്യൂട്ടി ഓഫ് പ്രൊക്ലെയിമിംഗ് ദ ഗോസ്പൽ ഓഫ് ഗോഡ്. അതാണ് അവിടുത്തെ ആശയം. ആശയത്തിന് മുൻഗണന നൽകിക്കൊണ്ടുള്ള ഒരു ട്രാൻസ്ലേഷനാണ് NIV, തീമാറ്റിക് ട്രാൻസ്ലേഷൻ എന്ന് പറയും. ഇനി രണ്ടാമത്തെ ഉദാഹരണം: പൂരിപ്പിക്കുവാൻ എന്ന അർത്ഥമുള്ള പെപ്ലേറോക്കെനായി റോമർ 15:19 പ്രയോഗിച്ചിരിക്കുന്നു. അങ്ങനെ ഞാൻ യെരുശലേം മുതൽ ഇല്ലൂരിയ ദേശത്തോളം ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിൻ്റെ സുവിശേഷ ഘോഷണം പൂരിപ്പിച്ചിരിക്കുന്നു. സുവിശേഷം പൂരിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലൊരു പന്തികേട് കാണാം. സുവിശേഷ ഘോഷണം പൂരിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാലോ അർത്ഥം വ്യക്തമായി പന്തികേട് മാറും. അതുകൊണ്ട് NIV തർജ്ജമ ചെയ്തിരിക്കുന്നു നോക്കുക. സോ ഫ്രം ജെറുസലേം ഓൾ ദ വേ അറൗണ്ട് ഇല്ലൂരിക്കം I have fully proclaimed the gospel of Christ. ഇനി മൂന്നാമത്തെ ഉദാഹരണം: വന്നപ്പോൾ എന്ന അർത്ഥമുള്ള എൽത്തോൻ. പൗലോസ് പറയുകയാണ്, ഞാൻ ത്രോവാസിൽ വന്നപ്പോൾ എന്ന്. എന്തിനാ ത്രോവാസിൽ വന്നത്? ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിനായി. ഈസ്റ്റോ ഇവാങ്കേലിയോൻ. സുവിശേഷമായി കൊണ്ടുപോകുവാനോ? അല്ല, സുവിശേഷം അറിയിക്കുവാൻ അല്ലെങ്കിൽ സുവിശേഷ ഘോഷണത്തിനായി. അതുകൊണ്ടാണ് സുവിശേഷം അറിയിക്കുവാൻ എന്ന് സത്യവേദ പുസ്തകത്തിൽ തർജ്ജമ ചെയ്തിട്ടുള്ളത്. KJV നോക്കുക. Furthermore, when I came to Troas to preach Christ's gospel, and a door was opened to me by the Lord. പ്രീച്ച് എന്ന പദം ചരിച്ചെഴുതിയിരിക്കുന്നു, കാരണം അത് മൂലഭാഷയിൽ ഇല്ല. പ്രീച്ച് എന്നതിന് തത്തുല്യമായ ഗ്രീക്ക് പദം പൗലോസ് എഴുതിയപ്പോൾ പ്രയോഗിച്ചിട്ടില്ല. എങ്കിലും അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് KJVക്കാർക്ക് മനസ്സിലായി. അത് കൂട്ടിച്ചേർക്കുന്നതാണ് അർത്ഥ വ്യക്തതയ്ക്ക് നല്ലത് എന്ന് അവർക്ക് തോന്നി. അങ്ങനെ ചെയ്തു. അവിടെ എല്ലാം മേൽപ്പറഞ്ഞ കാരണത്താൽ ഇവാങ്കേലിയോന്റെ അർത്ഥം സുവിശേഷ ഘോഷണം എന്നായി മാറി. ഇത് തന്നെയാണ് ഗലാത്യർ 2:7 നാം കാണുന്നത്. ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന അർത്ഥമുള്ള പെപ്പിസ്റ്റ്യുമായി എന്ന ക്രിയ അവിടെ പ്രയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പരിച്ഛേദനക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം, അഗ്രചർമ്മക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം എന്നൊക്കെ തർജ്ജമ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സത്യവേദ പുസ്തകത്തിലെ തർജ്ജമ ശരിയാണ്, കൃത്യമാണ്. അത് ശരിയായി വ്യാഖ്യാനിച്ച് തർജ്ജമ ചെയ്തിരിക്കുന്നതാണ്. എന്നാൽ KJVയിലേത് അങ്ങനെയല്ല. അത് ശരിയായി വ്യാഖ്യാനിക്കേണ്ട ആവശ്യമുണ്ട്. ആകയാൽ ഗലാത്യർ 2:7 അടിസ്ഥാനത്തിൽ പരിച്ഛേദനയുടെ സുവിശേഷം, അപരിച്ഛേദനയുടെ സുവിശേഷം എന്നിങ്ങനെ 2 സുവിശേഷങ്ങളുണ്ട് എന്ന് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കുവാൻ ഉപരിപ്ലവമായി വചനം പഠിക്കുന്ന സഹോദരൻ തോമസ് ജോർജിനെ പോലെയുള്ളവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. സൂക്ഷ്മമായി വചനം പഠിക്കുന്നവരുടെ അടുക്കൽ ഈ വിദ്യ ഫലിക്കുകയില്ല. ഇനി മൂന്നാമത്തെ ന്യായം: പൗലോസ് തന്നെയും പത്രോസിൻ്റെയും തൻ്റെയും സുവിശേഷങ്ങൾ 2 ആണെന്ന് ഉദ്ദേശിച്ചിട്ടില്ല എന്നതാണ് മൂന്നാമത്തെ ന്യായം. ഗലാത്യർ 1:8 വായിക്കട്ടെ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി എന്നിവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൻ്റെ അർത്ഥം ഞങ്ങൾ അപ്പസ്തോലന്മാർ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി എന്നാണ്. ഞങ്ങൾ അപ്പസ്തോലന്മാർ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി അറിയിച്ചാൽ എന്ന് പറയുമ്പോൾ ഞങ്ങൾ അപ്പസ്തോലന്മാരെല്ലാവരും ഒരു സുവിശേഷമാണ് പ്രസംഗിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ വചനം ഉണ്ടായിരുന്നിട്ടും
പത്രോസ് പ്രസംഗിച്ചതും പൗലോസ് പ്രസംഗിച്ചതും രണ്ട് സുവിശേഷങ്ങളായിരുന്നു എന്ന് പറയുന്നുവെങ്കിൽ പത്രോസ് ശപിക്കപ്പെട്ടവൻ എന്ന് പൗലോസ് പറഞ്ഞു എന്ന് വരും. അതുകൊണ്ട് ഈ വചനം ഉണ്ടായിരുന്നിട്ടും പത്രോസ് പ്രസംഗിച്ചതും പൗലോസ് പ്രസംഗിച്ചതും രണ്ട് സുവിശേഷങ്ങളായിരുന്നു എന്ന് പറയുന്നുവെങ്കിൽ പത്രോസ് ശപിക്കപ്പെട്ടവൻ എന്ന് പൗലോസ് പറഞ്ഞു എന്ന് വരും. അങ്ങനെ പൗലോസ് പറഞ്ഞു എന്നാണ് സഹോദരൻ തോമസ് ജോർജ് പറയാതെ പറയുന്നത്. പത്രോസ് ശപിക്കപ്പെട്ടവൻ എന്ന് അങ്ങ് മനഃപൂർവ്വം പറയുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പത്രോസ് ശപിക്കപ്പെട്ടവനെന്ന് പൗലോസ് പറയുന്നില്ല എങ്കിൽ ഇരുവരുടെയും സുവിശേഷം ഒന്ന് തന്നെയായിരുന്നു എന്നാണ് തെളിയുന്നത്. ഇനി നാലാമത്തെ ന്യായം. അപ്പോസ്തലനായ പത്രോസ് തൻ്റെ 2 ലേഖനങ്ങളും ഗലാത്യയിലുള്ള വിശ്വാസികൾക്കും കൂടെയാണ് എഴുതിയത്. പത്രോസ് പ്രസംഗിച്ചത് മറ്റൊരു സുവിശേഷമായിരുന്നുവെങ്കിൽ ഗലാത്യരോട് പൗലോസ് ഒരു സുവിശേഷവും പത്രോസ് മറ്റൊരു സുവിശേഷവും പ്രസംഗിച്ചു എന്ന് വരും. തീർച്ചയായിട്ടും അങ്ങനെ ആയിരുന്നില്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കാൻ കഴിയും. ആയിരുന്നെങ്കിൽ ഒരാൾ അടുത്തയാളെ എതിർക്കുമായിരുന്നു. എന്നാൽ പത്രോസ് പറയുന്നത് അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനങ്ങൾ തിരുവെഴുത്തുകളാണെന്നാണ്. ഇങ്ങനെ പൗലോസ് പ്രസംഗിച്ചതിന് പത്രോസ് പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. 2 പത്രോസ് 3:16 വായിച്ചാലും. അഞ്ചാമത്തെ ന്യായം. പൗലോസിനെ കർത്താവ് അയച്ചത് പ്രമുഖമായിട്ട് ജാതികൾക്ക് വേണ്ടി ആയിരുന്നു എങ്കിലും ജാതികൾക്ക് വേണ്ടി മാത്രമായിരുന്നില്ല, യഹൂദന്മാർക്ക് വേണ്ടിയും കൂടെ ആയിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 9:15 കർത്താവ് അനന്യാസിനോട് പറഞ്ഞത് ശ്രദ്ധിക്കുക. നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. പൗലോസ് ജാതികളോട് മാത്രമല്ല രാജാക്കന്മാരോടും ഇസ്രായേൽ മക്കളോടും സുവിശേഷം അറിയിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. ഇത് നമുക്ക് അവഗണിക്കാവുന്നതല്ല. അപ്പോസ്തല പ്രവൃത്തി 26:17-18 വാക്യങ്ങളിൽ കർത്താവ് പൗലോസിനോട് പറഞ്ഞത് ശ്രദ്ധിക്കാൻ. ജനത്തിൻ്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തെങ്കിലേക്കും തിരിക്കുവാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. 18 3 പ്രാവശ്യം അവർ എന്ന പദം കാണുന്നുണ്ട്. 17 ആസ്പദമാക്കി അവർ ഇസ്രായേൽ ജനവും ജാതികളുമാണ്. അപ്പോൾ കർത്താവ് പൗലോസിനെ അയച്ചത് ജാതികളുടെ അടുക്കിലേക്ക് മാത്രമായിരുന്നുവോ? അല്ല, യഹൂദന്മാരുടെ അടുക്കിലേക്കുമായിരുന്നു. ഇതിനെ പിന്തുണയ്ക്കുന്ന രീതിയിലാണ് പൗലോസ് പിന്നെ പ്രവർത്തിച്ചതും. 20-ാം വാക്യം പറയുന്നു, ആദ്യം ദമസ്കോസിലും യെരുശലേമിലും യഹൂദാദേശത്ത് എങ്ങുമുള്ളവരോടും. ഈ 3 ഇടങ്ങളിലും യഹൂദന്മാരോടാണ് പ്രസംഗിച്ചത്. പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവർത്തികൾ ചെയ്യണമെന്ന് പ്രസംഗിച്ചു. താൻ നേരെ ജാതികളുടെ അടുക്കിലേക്ക് പോകുകയല്ല ചെയ്തത്. ആദ്യം യഹൂദന്മാരോട് സുവിശേഷം അറിയിച്ച ശേഷമാണ് ജാതികളിലേക്ക് തിരിയുന്നത്. അവിടെയും ആദ്യം യഹൂദനോട് പിന്നെ ജാതികളോട് എന്ന നയമാണ് അവലംബിച്ചത്. റോമർ 11:13-14 വാക്യങ്ങളും ഇതിനെ പിന്താങ്ങുന്നു. അങ്ങനെ ഇരിക്കെ പൗലോസ് യഹൂദനോട് പ്രസംഗിച്ചത് രാജ്യത്തിന്റെ സുവിശേഷവും ജാതികളോട് പ്രസംഗിച്ചത് കൃപയുടെ സുവിശേഷവും ആയിരിക്കുമോ? അതോ ഇരുവരോടും കൃപയുടെ സുവിശേഷം പ്രസംഗിച്ചു പോകും? യഹൂദനും ജാതിയിൽ നിന്നുള്ളവരും ഒരേ സമയം സന്നിഹിതരായിരുന്നപ്പോൾ പൗലോസ് എങ്ങനെ പ്രസംഗിച്ചു കാണും? അവൻ വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെയും വിശ്വാസത്താൽ അഗ്രചർമ്മികളെയും നീതീകരിക്കുന്നു എന്ന് പൗലോസ് റോമർ 3:30 പഠിപ്പിച്ചിരിക്കെ യഹൂദന്മാരോട് കൃപയുടെ സുവിശേഷം അല്ലാതെ മറ്റെന്ത് പ്രസംഗിച്ചു കാണും? റോമർ 3:28 അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു എന്ന് പഠിപ്പിച്ചിരിക്കെ ആ മനുഷ്യരിൽ ജാതികൾ മാത്രമോ ഉൾപ്പെടുന്നത്? അല്ലല്ലോ. അതുകൊണ്ട് പരിച്ഛേദനക്കാർക്ക് ഒരു സുവിശേഷവും ജാതികൾക്ക് മറ്റൊന്നും എന്ന വഞ്ചനയുടെ ഉപദേശം തള്ളിക്കളയുക. മലയാളത്തിലെ ദൈവമക്കളെ സൂക്ഷിക്കുക. നിങ്ങൾക്ക് തെറ്റിപ്പോകുവാനുള്ള വഴിയാണ് ശ്രീമാൻ തോമസ് ജോർജ് കാണിച്ചു തരുന്നത്. അദ്ദേഹം ഈ വിഷയത്തിൽ സ്വയം വഞ്ചിക്കപ്പെട്ടും മറ്റുള്ളവരെ വഞ്ചിച്ചുകൊണ്ടും ഇരിക്കുന്നു. ഇങ്ങനെയുള്ളവർ വിട്ട് സത്യസുവിശേഷത്തിലേക്ക് തിരിച്ചു വരിക. എന്നാൽ കൃപയുടെ സുവിശേഷമാണല്ലോ അദ്ദേഹം പ്രസംഗിക്കുന്നത് എന്ന് നിങ്ങൾ ആശ്വസിച്ചേക്കാം. ആശ്വസിക്കാൻ വരട്ടെ. കാരണം അതിൻ്റെ മറവിൽ അദ്ദേഹം സ്നാനത്തെ എടുത്തു കളഞ്ഞിരിക്കുന്നു എന്നത് ശ്രദ്ധിക്കുക. അത് ശരിയല്ല എന്ന് പിന്നാലെ കാണിച്ചു തരുന്നതാണ്, വിശദീകരിക്കുന്നതാണ്. അതുവരെ കാത്തിരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.